അപ്പോൾ ഈ കൈ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ചലിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെക്കാനിസമൊക്കെ ഉണ്ടാക്കി നമുക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അത് നടക്കത്തില്ല. അപ്പോൾ അതിനൊരു കുറുക്ക് വഴി നമ്മുടെ ഇതിൽ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ തന്നെ ഒരു മേശയുടെ അടിയിൽ കയറ്റി മേശ തുറന്ന് അവൻ്റെ കൈയാണത്. നമ്മൾ ആ ക്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ ഒറിജിനൽ ക്ലോക്കിന് സിമിലർ വാക്സിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ ഈ നമ്മുടെ ഹീറ്ററില്ലേ, നമ്മുടെ സാധാരണ ഹീറ്ററിൽ കോയിലില്ലേ, കോയിൽ ഫിക്സ് ചെയ്തിട്ട് ഈ ഷോട്ട് വരുന്ന സമയത്ത് കോയിൽ ഓൺ ചെയ്തു. ഇതിപ്പോൾ സത്യനന്ദിക്കാരൻ്റെ പടം നോക്കിയാൽ ഒരു പാറ്റേൺ ഉണ്ട്, ഷാജി കൈലാസിൻ്റെ പടം നോക്കിയാൽ ഒരു പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ ജോഷി സാറിൻ്റെ ആയാലും ഒരു പാറ്റേൺ ആണ് അവരുടെ ഒരു അപ്പോൾ സാറിൻ്റെ പടം നോക്കി ഇപ്പോൾ കാശ്മീർ ആയാലും ബട്ടർഫ്ലൈസ് ആയാലും ഗുരു ആയാലും പാട്ടിൻ്റെ പല ഇതെല്ലാം എൻ്റെ ഒരു ഡിഫറൻറ്റ് ഒന്നിനോട് യാതൊരു ബന്ധമില്ലാത്ത പടങ്ങളാണ്. ഇത് മനഃപൂർവ്വമാണ് ഈ പാട്ട് കീപ്പ് ചെയ്യേണ്ടത് വെച്ചിട്ട് അത് ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ നമ്മളുടെ ആരാധന സംവിധായകരിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ഭരതേട്ടനാണ് അന്നത്തെ സമയത്ത്. ഈവൻ ബാക്കിയുള്ളവരെല്ലാം അരവിന്ദേട്ടനാണെങ്കിലും പിന്നെ ഇവരെല്ലാം അന്നത്തെ കാലത്ത് അവരുടെ പടങ്ങളും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കും, ഒന്നുപോലെ ഇരിക്കത്തേയില്ല. അത് അവർക്കിഷ്ടമല്ല. അപ്പോൾ ഒരു യഥാർത്ഥ കലാകാരന്മാരൊരിക്കലും ഒരേ പാറ്റേൺ കോപ്പി ചെയ്ത് പോകത്തില്ല എന്നുള്ളത് അന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെവിടെ ഉള്ളിൽ കിടപ്പുണ്ട് നമ്മുടെ ഇപ്പോഴും. വ്യത്യസ്തമായിരിക്കണം, എൻ്റെ കഴിഞ്ഞ പടത്തിൻ്റെ തുടർച്ചയെന്നോ അല്ലെങ്കിൽ അതുപോലെ ഇരിക്കരുതെന്നും നമുക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹമുള്ളത് കൊണ്ടാണ് വേറെ വേറെ പാറ്റേൺ നമ്മൾ വേറെ സിനിമകൾ വേറെ രീതിയിൽ ചെയ്യുന്നത്. ഈ ബട്ടർഫ്ലൈസ് മോഹൻലാലിൻ്റെ ഒരുപാട് കുസൃതികൾ ഒരു ഭയങ്കര എൻ്റർടൈനറാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ മോഹൻലാലിൻ്റെ വേറൊരു മുഖമാണ് ഗുരുവിൽ കണ്ടത്. എന്നാൽ മോഹൻലാലിനെ വെച്ച് അങ്ങനെ കുസൃതി പടം എടുക്കണം പിന്നെ തോന്നിയിട്ടേ ഇല്ല. അല്ല, നമ്മൾ അത് എപ്പോഴും മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, ഒരു കാലം കടന്നു പോവല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഒരു കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നും. ഒരു മുതിർന്ന ഒരാൾ കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഒരു ഇത് തോന്നത്തില്ല. എന്ന് പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളുടെ പ്രായം മാറും തോറും അവരിൽ നിന്ന് നമ്മൾ പഴയ കാലത്തെ തുള്ളിച്ചാടുന്നതോ അല്ലെങ്കിൽ തമാശ പറയുന്നതോ ഒക്കെ വെച്ചാൽ ഒരുപക്ഷെ അത് ഈ കാലഘട്ടത്തിൽ ആ പ്രായമൊക്കെ ആളുകൾ വിലയിരുത്തുമല്ലോ. എല്ലാവരും പറയത്തില്ലേ, കുറച്ച് പക്വമായ വേഷം ആ പ്രായത്തിനനുസരിച്ച് അവിടെ കൗതുകമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കുസൃതി സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് മോഹൻലാലിൻ്റെ പ്രായത്തിലുണ്ടായിരുന്ന ഇന്നത്തെ ഒരു യുവ നടനെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷെ അതിന് മോഹൻലാൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിന് ശേഷമേ അതിന് തൊട്ടടുത്ത പടം വീണ്ടും അതുപോലൊരു പാറ്റേൺ മോഹൻലാൽ വെച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഒരു പാറ്റേണിൽ തന്നെ പോകണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ സാർ ഇപ്പം എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിക്കാൻ സാധ്യത അല്ലെങ്കിൽ സന്തോഷമുള്ളത് ആർട്ട് വർക്കിലാണെന്ന് തോന്നുന്നില്ല സംവിധാനത്തേക്കാൾ ഉപരിയായിട്ട്. സാർ ഏതായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? അല്ല, കല എന്ന് പറയുന്നതിൻ്റെ അടിത്തറയാണല്ലോ. കല നമുക്ക് അതൊരു എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത് സാഹിത്യമാണെങ്കിലും കലയാണെങ്കിലും കവിതയാണെങ്കിലും എല്ലാം അത് ഒരു റിയലിസത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു തലമാണ്. അത് റിയലിസ്റ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം ഉപമകളും ഭാവനകളും ഒക്കെയാണ്. കലാകാരന്മാരെന്ന് പറയുമ്പം അവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപടി മുകളിൽ നിന്നാണ് കാണുകയും ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനു വേണ്ടി അങ്ങ് പ്രയത്നിക്കും, സമയം അങ്ങനെ അതിനു വേണ്ടിയിട്ട് കണ്ടെത്തും. ഒരു എന്താ പറയുന്ന ഒരു കലാസൃഷ്ടി എന്ന് പറയുന്നതിൻ്റെ അടിയൊഴുക്ക് അല്ലെങ്കിൽ കലാകാരന്മാരുടെ മൊത്തത്തിൽ അടിയൊഴുക്കെന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു തലമാണ്. ചിലർക്കത് കവിതയായിട്ട് വരും, ചിലർക്കത് ചിത്രകലയായിട്ട് വരും, ചിലർക്ക് ശില്പകലയായിട്ട് വരും, ചിലർക്ക് സംഗീതമായിട്ട് വരും, സംഗീതത്തിൽ തന്നെ പല വിഭാഗങ്ങളായിട്ട് വരും. അപ്പം അതെല്ലാം കൂടെ കൂട്ടി നമ്മൾ ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി വരും. അത് കൂട്ടായിട്ട് വരുന്ന ഒരു മേഖലയാണ് സിനിമ. ഈ അഥർവായാലും ഗന്ധർവനായാലും പഞ്ചോടി ഒരുപാട് പടങ്ങൾ സാർ ചെയ്തിട്ടുണ്ട്. തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് എഫോർട്ട് എടുത്ത ഒരു ആർട്ട് വർക്ക് അതായിരിക്കും. എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും സിമ്പിളല്ല. എല്ലാം നല്ല അതിൻ്റേതായിട്ടുള്ള ഒരു കൗതുകത്തിൽ തന്നെയാണ്. അയ്യർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ സിനിമ ഭദ്രന്മാട്ടയിൽ അത് കുറേയധികം ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതിൽ ഇയാളുടെ വിഭ്രാന്തിയൊക്കെ തോന്നുന്നു. ഇയാൾക്കൊരു
ഹലൂസിനേഷൻ തോന്നുന്ന സീക്വൻസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അത് റിവേഴ്സായിട്ട് ചിന്തിച്ച് അതിൻ്റെ സെറ്റ് ഉണ്ടാക്കി തിരിച്ച് വന്ന് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം മമ്മൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രോഫി അവിടെ ഇരിപ്പുണ്ട്, ഒരു ടേബിളിൻ്റെ മുകളിലൊരു ട്രോഫി ഇരിപ്പുണ്ട്. അപ്പോൾ ആ ട്രോഫി അതൊരു ശംഖ് പിടിച്ച കൈയാണ്, ഇങ്ങനെ ഒരു ശംഖ് പിടിച്ച ഒരു കൈയാണ്. അപ്പോൾ ഈ കൈയുടെ ഇവിടം വരെ ഉള്ളൂ. അതൊരു എവിടുന്നോ ഒരു ട്രോഫി പോലെ കിട്ടിയ ഒരു സാധനമാണ്. അപ്പോൾ അത് ചലിക്കുന്നതായിട്ട് തോന്നുന്നു പുള്ളിക്ക്. അത് റിയലിസ്റ്റിക്കായിട്ട് അയാൾക്ക് തോന്നുകയാണ് അതിന് ജീവൻ വെക്കുന്നു. അപ്പോൾ ഓടിച്ചെന്ന് അതെടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളയും. അങ്ങനെയാണ് സീൻ. അപ്പം അത്തരത്തിലുള്ള കാര്യം. പിന്നെ ക്ലോക്ക് മെൽറ്റായി വരുന്നു. ക്ലോക്ക് ഓടിക്കൊണ്ടിരുന്ന ക്ലോക്ക് ഇങ്ങനെ ഉരുകി താഴോട്ട് വരുന്നു. അത് നടക്കാത്ത കാര്യമാണ്. ഒരു സെറിയലിസ്റ്റിക് വിഷ്വൽസ് ഇയാൾക്ക് തോന്നുകയാണ്. എന്താ പറയുന്ന ഒരു വിഭ്രാന്തി തോന്നുന്ന അത്തരം 2-3 കാര്യങ്ങളിങ്ങനെ അത് ചെയ്യാൻ ഭദ്രൻമാട്ടിൽ എന്നെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അത് ഈ പപ്പേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്നോട് അത് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാനത് പറഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടമായി. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ കൈ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ചലിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെക്കാനിസമൊക്കെ ഉണ്ടാക്കി നമുക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അത് നടക്കത്തില്ല. അപ്പോൾ അതിനൊരു കുറുക്ക് വഴി നമ്മുടെ ഇതിൽ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ തന്നെ ഒരു മേശയുടെ അടിയിൽ കയറ്റി മേശ തുറന്ന് അവൻ്റെ കൈയാണത്. മനസ്സിലായി? അതിനൊരു ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് ആ ബേസ് 2 പീസാണ്. 2 പീസ് ഈ കൈ ഇങ്ങനെ അയാൾ മുകളിലേക്ക് ഒരു ശില്പം പോലെ പെയിൻറ്റ് ചെയ്ത് അയാളുടെ കൈ അങ്ങനെ ശംഖും പിടിപ്പിച്ച് അതിനകത്ത് വെച്ചേക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 പീസ് എടുത്തങ്ങ് ചേർത്ത് വെച്ചു. അപ്പോൾ ഒരു റിങ്ങായി. മനസ്സിലായോ? അപ്പോൾ ആ റിങ്ങിനകത്തൂടെ കൈ കയറത്തില്ല. അപ്പോൾ 2 പീസാക്കി അതിനെ ചേർത്ത് വെച്ച് ഈ നമ്മുടെ അസിസ്റ്റൻറ്റിന് കഷ്ടിച്ചിരിക്കാൻ പറ്റുന്നൊരു മേശയാണത്, ഒരാൾക്ക് അതിൻ്റെ അടിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം കണ്ടാലും അതിലൊരാളുണ്ട് എന്ന് തോന്നത്തില്ല. വലിയ വലിപ്പമല്ല, ഞെരുങ്ങിയിരിക്കുന്ന ഒരു അങ്ങനെ കൃത്യമായി അത് മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ അയാൾ അതിനകത്ത് ഇരിപ്പുണ്ട്. ഈ ട്രോഫിയെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഒരു ഷോട്ട് അടിച്ച് അതെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നത്, അതിങ്ങനെ എടുത്ത് പൊടിയൊക്കെ അടിച്ച് തിരിച്ചവിടെ വെച്ച് പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അതവിടെ വെച്ചു. പക്ഷേ ഷോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് പറ്റി, അതേ സ്ഥലത്താണ് ഈ കൈ വെച്ചു. നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കയറി, ആർട്ട് അസിസ്റ്റൻ്റ് ഉണ്ട്, അയാൾ കയറി ചെയ്തു. എന്നിട്ട് ശംഖ് ഷോട്ടിൽ നോക്കുമ്പോൾ ഇയാൾ കൈ അങ്ങ് വിട്ടു, കൈ വിട്ടുകയും ശംഖ് വീഴുകയും അതെല്ലാം സ്ലോ മോഷനിലാണ് ഷൂട്ട് ചെയ്തത് നമ്മൾ. വളരെ പതുക്കെ ഭയങ്കര രസമായിട്ടത് ഇങ്ങനെ അതിനൊരു മ്യൂസിക്കൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇയാൾക്ക് തോന്നുന്നു ഈ ട്രോഫി അനങ്ങി. അപ്പോൾ അതിന് ഉണ്ടായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പല്ലിയെ അതിൻ്റെ അകത്ത് കയറ്റി വെച്ചിരുന്നു. ഒരു പല്ലിയെ തുറന്ന സമയത്ത് പല്ലി ചാടും. അതും വളരെ ഗംഭീരമായിട്ട് ആ ഷോട്ട് വന്നിട്ടുണ്ട്, അതിങ്ങനെ കൈ അനങ്ങിയ സമയത്ത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചിന്തിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഭ്രാന്തി വേണം, വിഭ്രാന്തി നടക്കുന്നതായിരിക്കണം. ഇതിലേക്ക് എന്താ പറയുക, നമ്മൾ പ്രേക്ഷകൻ കാണുന്ന സമയത്ത് അയാൾ തിരിഞ്ഞ് ചിന്തിക്കാതെ ഇരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്നായിരുന്നു മമ്മൂക്ക ഒരുപക്ഷെ ഒരു സംശയത്തോടെ എങ്ങനെയെന്ന് ചോദിക്കത്തില്ല. അന്നിപ്പോൾ സാറിൻ്റെ മനസ്സിലും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലുണ്ട്, സംവിധാനം മനസ്സിലും കാണില്ല. അതെ, മമ്മൂക്ക ചോദിച്ചിട്ടുണ്ട് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം പിന്നെ അന്നേരം ചോദിച്ച് മനസ്സിലാക്കും, ഇടപെടത്തില്ലൊന്നും. പക്ഷേ പുള്ളി അത് ഗ്രഹിക്കും. അങ്ങനെ ഒരു പിന്നെ ചർച്ച ചെയ്യും, നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അവരെ കൺവിൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഇതായിട്ട് വരും. അതുപോലെ ക്ലോക്കൊക്കെ മെൽറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വാക്സ് കൊണ്ടൊരു ക്ലോക്ക് ഉണ്ടാക്കി. അതിൻ്റെ ഒറിജിനൽ ക്ലോക്ക് അവിടെ ഉണ്ട്. നമ്മൾ ആ ക്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ ഒറിജിനൽ ക്ലോക്കിനെ സിമിലർ വാക്സിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ ഈ നമ്മുടെ ഹീറ്ററില്ലേ, നമ്മുടെ സാധാരണ ഹീറ്ററിൽ കോയിലില്ലേ, കോയിൽ ഫിക്സ് ചെയ്തിട്ട് ഈ ഷോട്ട് വരുന്ന സമയത്ത് കോയിൽ ഓൺ ചെയ്തു. സ്വാഭാവികമായിട്ടും മെഴുകല്ലേ, അത് ഒലിച്ചിറങ്ങി. നമ്മൾ നേരിട്ട് കണ്ടാൽ തന്നെ ഭയങ്കര ഒരു ഇത് തോന്നും നമുക്ക്.
അതെങ്ങനെ എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സെറിയലിസം എന്ന് പറഞ്ഞ പെയിൻറ്റിങ്ങിൻ്റെ ഒരു മേഖലയുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഡാലി എന്ന് പറഞ്ഞൊരു വലിയ പെയിൻറ്ററുണ്ട് സെറിയലിസത്തിൻ്റെ. അപ്പോൾ അയാളെല്ലാം ഇതുപോലുള്ള നടക്കാത്ത കാര്യങ്ങളാണ് പുള്ളി അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് വലിയൊരു കൗതുകമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഫാൻറ്റസിയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോക്ക് മെൽറ്റ് ചെയ്യുന്നത് അയാളുടെ ഒരു ഫേമസ് പെയിൻറ്റിങ്ങാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ റിസർച്ചും കൂടെ ചെയ്തൊരു സിനിമയാണ് അയ്യർ ദ ഗ്രേറ്റ്. അതിനുവേണ്ടി ഒരു ട്രെയിനിൻ്റെ മിനിയേച്ചർ ഫുൾ മൊമെൻറ്റത്തിൽ തന്നെ നമ്മൾ ചെയ്തു, മെറ്റലിൽ തന്നെ ഉണ്ടാക്കിയത്. 6 മാസം എടുത്തു ആ ട്രെയിൻ ഉണ്ടാക്കാനായിട്ട്. എല്ലാ എൻജിൻ്റെ എല്ലാ പാർട്ടും എല്ലാം എടുത്തിട്ട് നമ്മൾ ട്രാക്ക് ഉണ്ടാക്കി ട്രെയിൻ ഓടിച്ച് എടുത്തു.